സുമതി വളവ് സിനിമയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുമതി വളവ് 2 ദ ഒറിജിൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സുമതി വളവ് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 20 കോടിക്ക് അടുത്തെത്താനായിട്ടുണ്ട്. ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ഒരു കംപ്ലീറ്റ് ഫൺ എന്റർടൈനർ ആയിരിക്കും സിനിമ എന്ന് തോന്നുന്നു. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ഓഗസ്റ്റ് 29-ന് ഓണത്തിന് ഹൃദയപൂർവ്വം, ലോക ചാപ്റ്റർ 1 എന്നീ സിനിമകളുമായി ക്ലാഷ് റിലീസിനാണ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഒരുങ്ങുന്നത്. ലോക ചാപ്റ്റർ 1 സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തും. അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ ചിത്രമായ തലവര എന്ന സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വന്നിട്ടുണ്ട്. സൂ ഫ്രം സോ എന്ന സിനിമയുടെ സ്ക്രീൻ കൗണ്ട് കൂട്ടിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ 225 സ്ക്രീനിലാണ് സിനിമയുള്ളത്. സിനിമ റിലീസ് ചെയ്ത ഫസ്റ്റ് സാറ്റർഡേ 32 ലക്ഷമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചത്. സെക്കൻഡ് സാറ്റർഡേ ആയപ്പോൾ 94 ലക്ഷമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചത്. 9 ദിവസം കൊണ്ട് സൂ ഫ്രം സോ എന്ന സിനിമ കേരളത്തിൽ 4,49,00,000 രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ടോപ്പ് 10 തമിഴ് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിയോ 60 കോടി 5 ലക്ഷം, ജയിലർ 57 കോടി 30 ലക്ഷം, വിക്രം 40 കോടി 20 ലക്ഷം, ബിഗിൽ 19 കോടി 80 ലക്ഷം, ഐ 19 കോടി 30 ലക്ഷം, യന്തിരൻ 14 കോടി, ശിവാജി 10 കോടി, പോക്കിരി 6 കോടി 90 ലക്ഷം, അന്യൻ 6 കോടി 80 ലക്ഷം, ഗില്ലി 4 കോടി. ഇനി കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ള ഒരു തമിഴ് ചിത്രമാണ് ലോകേഷ് രജനി കോംബോയിൽ വരുന്ന കൂലി. ഇനി 3 ദിവസം കൂടി കൂലി സിനിമയുടെ റിലീസിന് ബാക്കിയുണ്ട്. 60 കോടിയോളം രൂപ ഇപ്പോൾ വേൾഡ് വൈഡ് പ്രീസെയിൽ സിനിമ ക്രോസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും നല്ല ബുക്കിംഗ് തന്നെയാണ് കാണുന്നത്. കൂലി സിനിമയുടെ ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ലോകേഷിൻ്റെയും രജനിയുടെയും പിറകിലായിട്ട് രജനിയുടെ ആ ഒരു ടൈറ്റിൽ കാർഡ് നമുക്ക് കാണാം. 50 years രജനീകാന്ത് ഇന്ത്യൻ സിനിമയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രജനിക്ക് അതിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് ആനിമേഷൻ ടൈറ്റിൽ കാർഡ് സിനിമയിൽ ഉണ്ടാവും. രജനീകാന്തിന് കൂലി സിനിമയിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് ഉള്ളത് നമുക്കറിയാം. ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനുകളിൽ യങ്ങർ വെർഷനിലുള്ള രജനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ രജനിയുടെ യങ്ങർ വെർഷൻ ചെയ്തിരിക്കുന്നത് ശിവകാർത്തികനാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ കലക്കി സിനിമയിൽ അമിതാഭ് ബച്ചൻ്റെ യങ്ങർ വെർഷൻ വേറൊരാളാണ് ചെയ്തത്. അവിടെ അമിതാഭ് ബച്ചൻ്റെ ഫേസും വേറൊരാളുടെ ബോഡിയാണ് നമ്മൾ കാണുന്നത്. അതേ ടെക്നോളജി തന്നെ ആയിരിക്കും കൂലി സിനിമയിൽ ഉപയോഗിക്കുന്നത്. ട്രെയിലറിൽ രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനിൽ ഫസ്റ്റ് ഫൈറ്റ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. കൂലി സിനിമയിൽ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂലി സിനിമയുമായി ക്ലാഷ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് വാർ 2. എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോഴും ഹൈപ്പൊന്നുമില്ല. സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ ആരാധകർക്ക് നിരാശയാണ് തന്നത്. പിന്നെ കുറേ പേര് കിയാര അദ്വാനിയുടെ ബിക്കിനി സീന് ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതാണെങ്കിൽ സെൻസർ ബോർഡ് ഇപ്പോൾ കട്ട് ചെയ്തു. സൂപ്പർമാൻ്റെ ലിപ് ലോക്ക് സീന് വരെ സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് കിയാരയുടെ ബിക്കിനി സീന്. അപ്പോൾ എന്തായാലും കിയാരയുടെ ബിക്കിനി സീന് പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിൽ പോകണ്ട, അത് കട്ട് ചെയ്തു. കൂലി ഓർ വാർ 2 ഏത് സിനിമ കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.